ചോരക്കളി എന്ന് വെച്ചാൽ ചോരക്കളി തന്നെ. ബാത്റൂമിൽ ഷവർ തുറന്നു വിട്ട കണക്കിന് അതിനെക്കാട്ടിയും ബ്ലഡൊക്കെ അങ്ങ് തെറിക്കുകയാണ് അങ്ങ്. എടാ ഞാൻ ദേ വിൽ കിൽ യു എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഇംഗ്ലീഷ് സിനിമ ഞാൻ കണ്ടു. എനിക്ക് ആകെപ്പാടെ ഇതിനെപ്പറ്റി ബുക്ക് മൈ ഷോയിൽ കണ്ട പരിചയം മാത്രമേ ഉള്ളൂ. ബുക്കിംഗ് വന്ന ടൈമിൽ അതൊന്നും കണ്ടത് മാത്രമേ ഉള്ളൂ. അല്ല ഞാൻ ഇതിൻ്റെ ട്രെയിലറോ കാര്യങ്ങളോ ഞാൻ ഒന്നും കണ്ടിട്ടൊന്നുമില്ല. അങ്ങനെ ചുമ്മാ ആയിരുന്നു ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയതാണ്. 1:35 ഉള്ളൂ ഡ്യൂറേഷൻ. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയതിന് ശേഷം എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഒരു എക്സ്പെക്റ്റേഷനും ഇല്ലാതെ ഞാൻ കണ്ടു നോക്കിയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ ലൈക്ക് ഒരു 2 സിസ്റ്റേഴ്സ് അവരുടെ റിലേഷൻഷിപ്പിനെ പറ്റി സംസാരിക്കുന്നത്, പിന്നെ ഒരു സർവൈവൽ, ടോട്ടലി പറഞ്ഞാൽ അതാണ്, സർവൈവലാണ്. എന്ന് വെച്ചാൽ ലൈക്ക് ഒരു രാത്രി മീൻ ഇരുട്ടി നേരം വെളുക്കുന്നത് വരെയുള്ള ഒരു കൈൻഡ് ഓഫ് കഥയാണ്, സർവൈവലാണ് ആക്ച്വലി ഇതിനകത്ത് തന്നെ ഉദ്ദേശിക്കുന്നത്. ഒരു ബിൽഡിങ്ങിനകത്ത് ചുറ്റിപ്പറ്റി നടക്കുന്നുള്ളത്. അപ്പം കൂടുതൽ ഞാൻ അതിലോട്ട് ആടി നടക്കുന്നില്ല, ചിലപ്പോൾ സ്പോയിലറായി പോകും. സോ അതുകൊണ്ട് ഇത് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കി. എനിക്ക് ഇതിൽ ആക്ഷൻ സീക്വൻസ് ഒക്കെ ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. ചോരക്കളി എന്ന് വെച്ചാൽ ചോരക്കളി തന്നെ. ബാത്റൂമിൽ ഷവർ തുറന്നു വിട്ട കണക്കിന് അതിനെക്കാട്ടിയും ബ്ലഡൊക്കെ അങ്ങ് തെറിക്കുകയാണ് അങ്ങ്. ഇതിനെക്കാട്ടിയും കുന്നോളം കണക്കിന് ഫേക്ക് ബ്ലഡ് ഇറക്കിയ പടങ്ങൾ ഹോളിവുഡിൽ വേറെ ഉണ്ട്. പക്ഷേ എന്നിരുന്നാൽ ആ കിടിലം ലെജൻഡ് ഐറ്റംസിനെ വെച്ച് കമ്പയർ ചെയ്യണമെന്നല്ല. പക്ഷേ എന്നിരുന്നാലും ഇത് നല്ലൊരു പടമാണ്, നൈസ് ഒരു പടമാണ്. ഈ പറഞ്ഞതുപോലെ ഈവൻ ഇപ്പം വന്ന റെഡി ഓർ നോട്ട് 2 അപേക്ഷിച്ച് നോക്കുമ്പോൾ പോലും എനിക്കിത് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട സാധനമാണ്. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. ഞാൻ പറഞ്ഞില്ല, ക്ലൈമാക്സ് മാത്രം കുറച്ചൊന്ന് ഡള്ളായിപ്പോയി. ചിലപ്പോൾ പാർട്ട് 2 ഒക്കെ വേണമെങ്കിൽ വരാം. അതാണല്ലോ ഇപ്പോൾ ഇത് എന്ന് വെച്ചാൽ ഉള്ള സിനിമകളുടെ പാർട്ട് 2. ഇപ്പം റെഡി ഓർ നോട്ടിൻ്റെ തന്നെ ആ പാർട്ട് 2 ഇപ്പോൾ വന്നില്ലേ, അതുപോലെ വരാം. ജസ്റ്റ് ഒന്ന് അപ്പോൾ ഒന്ന് കണ്ടു നോക്കുക.